ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മത്തിപ്പീരയാണ്. കുഞ്ഞൻ മത്തി വെച്ച് പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത ഒരു മത്തിപ്പീര. വളരെ രുചികരമായ ഒരു മത്തിപ്പീരയാണിത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ധാരാളമായി ലഭിക്കുന്നതാണ് ഈ കുഞ്ഞൻ മത്തി. അത് മിസ്സാക്കല്ലേ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതിൽ കുറച്ച് അധികം വേണം. ഈ മത്തിപ്പീരക്ക് സ്വാദ് നൽകുന്നത് തേങ്ങയും ഈ ചുവന്നുള്ളിയുമാണ്. ഞാനൊരു 25ഓളം ചുവന്നുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 2 കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി അല്ലി ചെറുതാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 വലിയ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും ഇതിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഈ തേങ്ങയും കൂട്ടെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ മീൻ പീര ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കൂടുതൽ രുചി കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തേങ്ങ ചതച്ചതെല്ലാം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചക്കുരുമുളക് അരച്ച് ചേർത്തതിനാൽ അധികം മഞ്ഞക്കളറൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് മഞ്ഞക്കളർ ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. മിക്സിയുടെ ജാറൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ മീനാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ മീനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉടയാതെ മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് നന്നായി ഒന്ന് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയെല്ലാം ഈ മീനിൽ പിടിക്കുന്ന വിധത്തിൽ വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. തീ ഹൈ ഫ്ലെയിമിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് ഒഴിച്ച് ഇതിൻ്റെ മീതെ കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഇതൊന്ന് മീൻ ഉടയാതെ വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് ഇടാം. എന്താ ഇതിൻ്റെ ഒരു മണം! ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, കുറച്ച് വെള്ളം കൂടി നമുക്ക് വറ്റി കിട്ടാനുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഉടയാത്ത വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ചട്ടി കൈകൊണ്ട് എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ 1-2 പ്രാവശ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ഇതിൻ്റെ മീതേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മത്തിപ്പീര തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. മത്തിപ്പീര ഇതാ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു മത്തിപ്പീരയാണിത്. പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത്, അല്ലെങ്കിൽ കാന്താരിമുളക് ചേർത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കാം. വളരെ രുചികരമായ ഈ മത്തിപ്പീര നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ഷെയറും കമൻറ്റും ലൈക്കും തന്നേക്കണേ.